സുനാമിക്ക് ശേഷം തീരദേശം വ്യാപകമായി കടലെടുക്കുമ്പോഴും തീരസംരക്ഷണ പദ്ധതികൾ പലതും ഫയലുകൾ മാത്രമായി അവശേഷിക്കുകയാണ്. തകർന്നു കിടക്കുന്ന കടൽഭിത്തികളുടെ നിർമ്മാണമടക്കം ഇനിയും വൈകിയാൽ നിരവധി ജീവനുകൾക്ക് സർക്കാരുകൾ ഉത്തരം പറയേണ്ടി വരും. സുനാമിക്ക് ശേഷം ആലപ്പാട് മുതൽ അഴീക്കൽ വരെ ഏകദേശം 8 കിലോമീറ്റർ തീരമാണ് പൂർണ്ണമായും കടലെടുത്തത്. ഓരോ ദിവസവും ഇവിടെ ഇപ്പോൾ കടലേറ്റം രൂക്ഷമാണ്. കള്ളക്കടൽ പ്രതിഭാസമടക്കം ആഞ്ഞടിക്കുമ്പോൾ തീരം അങ്ങനെ ശോഷിച്ചുകൊണ്ടിരിക്കുന്നു. സുനാമിക്ക് ശേഷം തീരവാസികളുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു തീരസംരക്ഷണം. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ പലതും ഉണ്ടായെങ്കിലും ഒന്നും പൂർണ്ണ ഫലപ്രാപ്തിയിലേക്ക് ഇനിയും എത്തിയിട്ടില്ല. ഇതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ തീരദേശവാസികൾക്കിടയിൽ പ്രതിഷേധം ശക്തമാണ്. മാറി മാറി വരുന്ന കേന്ദ്ര സർക്കാരുകൾ അതിർത്തി സംരക്ഷിക്കേണ്ട ബാധ്യത ഉണ്ടായിട്ട് പോലും കേന്ദ്രത്തിൻ്റെ ₹1 പോലും ചെലവഴിക്കുന്നില്ല യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയും പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും വലിയ ബാധിക്കേണ്ടത് എന്താണ്, നമുക്ക് വേണ്ടത് കടൽക്ഷോഭം തടയുന്നുള്ളതാണ്. ₹1 ചെലവഴിക്കുന്നില്ല കേന്ദ്രം ചെലവഴിക്കുന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുക. ആലപ്പാട് പഞ്ചായത്തിൽ പല ഭാഗത്തും കടൽഭിത്തികൾ തകർന്നു കിടക്കുകയാണ്. പുലിമുട്ടോടുകൂടിയ കടൽഭിത്തിയാണ് ഈ പ്രദേശത്ത് ഏറ്റവും ആവശ്യം. സമഗ്ര പുലിമുട്ട് പദ്ധതിക്കായി 17.5 കോടി രൂപ സർക്കാർ വകയിരുത്തിയിട്ടുണ്ടെങ്കിലും മന്ത്രിസഭയുടെ പ്രത്യേക അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. അംഗീകാരമൊക്കെ ലഭിച്ച പദ്ധതി നടപ്പിലാക്കി വരുമ്പോഴേക്കും ആലപ്പാട് ഇവിടെ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണാം. പ്രതിവാർത്തകളിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്.